ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് എന്തോ തോന്നുന്നേ, നമുക്ക് തോന്നാറുണ്ട് ഇന്നലകൾ എത്രയോ മനോഹരമായിരുന്നു, അല്ലെങ്കിൽ എത്രയോ സുന്ദരമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇന്നലകളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ദിനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ എത്രയോ നല്ലതാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ നമുക്കത് തോന്നാറുണ്ട്, കഴിഞ്ഞുപോയ ദിനങ്ങളുടെ ഓർമ്മകൾ നമുക്ക് ഒരുപാട് മനോഹരമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മൾ സംതൃപ്തനായിരുന്നോ അല്ലെങ്കിൽ സന്തോഷവാനായിരുന്നോ? ഒരിക്കലും അല്ല. അന്ന് നമ്മളെ അതിൽ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യും? ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഓരോ സമയത്തും ഓരോ തരം പ്രശ്നങ്ങളാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയം ഇപ്പം നമുക്ക് സ്കൂളും കോളേജും ഒക്കെ എന്താണ്, നമുക്ക് നൊസ്റ്റാൾജിക് ഫീലാണ്. സ്കൂളെന്ന് കേൾക്കുമ്പോഴും കോളേജിൽ നിന്ന് കേൾക്കുമ്പോഴും ഒക്കെ വളരെ സന്തോഷമാണ്. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒട്ടും പോകാൻ ഇഷ്ടമല്ലാത്തൊരു സ്ഥലമായിരുന്നു സ്കൂൾ. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ നമ്മൾ പിൽക്കാലത്ത് ഓർക്കുമ്പോൾ ആ സ്കൂൾ ദിനങ്ങൾ അല്ലെങ്കിൽ കോളേജ് ദിനങ്ങൾ എത്രയോ മനോഹരമാണെന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മളെ ജീവിതത്തിൽ മനോഹരമാക്കണമെങ്കിൽ നമുക്ക് ഓരോ സമയത്ത് ഓരോരോ ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കുക. അവർ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മളെന്ത് സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? സ്കൂൾ കോളേജ് ലൈഫൊക്കെ മാക്സിമം ആസ്വദിക്കും. പക്ഷേ അവിടെ പലരും എന്ത് ചെയ്യുന്നു? പഠിക്കാനങ്ങ് മറന്നു പോകും. അന്നേരം എന്ത് ചെയ്യും? പേപ്പറുകൾ കിട്ടാതെ വരുന്നു, പിന്നെ ഫീസ് അടയ്ക്കാൻ പറ്റാതെ വരുന്നു. അപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും കേട്ടോ. ജീവിതത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ചെയ്യുക? ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറയുണ്ടായി, നമുക്ക് ഈ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്വങ്ങൾ സമയബന്ധിതമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് തീർക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും ഒക്കെ എങ്ങനെയാണ്? ജോലി ആയാലും അങ്ങനെ ടൈം കൺസ്യൂം എല്ലാം ഈ ടൈം ഡിപ്പെൻഡൻ്റായ വർക്കുകളാണ് കേട്ടോ. അത് നമുക്ക് ആ സമയബന്ധിതമായിട്ട് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പ്രശ്നം വരും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ കാര്യം, സ്കൂൾ ലൈഫിലും അങ്ങനെയാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പരീക്ഷ ആ സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക, പരീക്ഷ പാസ്സാവുക കേട്ടോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമയാസമയങ്ങളിൽ അത് ചെയ്തു തീർക്കണമെന്നാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞുപോയ ദിനങ്ങൾ കഴിഞ്ഞതാണ്. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാര്യവുമില്ല. വല്ലപ്പോഴൊക്കെ ഓർത്തൊരു നൊസ്റ്റാൾജി ഫീൽ ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഓക്കെ ഗുഡ്. പക്ഷേ കഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർത്ത് നമ്മൾ വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് എന്നാണ്. കഴിഞ്ഞുപോയ ദിനങ്ങൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല കേട്ടോ. കഴിഞ്ഞുപോയ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല. പക്ഷേ ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനോഹരമാക്കുവാൻ കഴിയും. എങ്ങനെയാണ്? നമ്മൾ നാളെകൾ മനോഹരമാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് അധ്വാനിക്കുക, ഇന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുക കേട്ടോ. നാളെകൾ മനോഹരമാക്കാൻ ഇന്നും പരിശ്രമിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നാളെകൾ മനോഹരമാക്കാൻ ഇന്ന് നന്നായി പഠിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നന്നായി പഠിച്ചാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ നല്ലൊരു ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ പിന്നെ ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എന്ത് ചെയ്യും? ജീവിതം കടന്നു പോകും. ഇല്ലെങ്കിലുള്ള കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ നമുക്ക് എന്തുണ്ടാകണം? ഒരു ധൈര്യം ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും ആത്മധൈര്യം ഉണ്ടായിരിക്കണം. ജീവിതമാണ് പ്രശ്നങ്ങളുടെ ഒരു കൂടമാണ് ജീവിതം. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ വരും. ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ എന്തുണ്ടാകണം? ഒരു മനോധൈര്യം ഉണ്ടാകണം, ഒരു ആത്മധൈര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക കേട്ടോ. ജീവിതത്തിൽ ഇങ്ങനെ വെല്ലുവിളികളുണ്ടോ? ആ വെല്ലുവിളിയിലേക്ക് എത്തിക്കുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. സത്യസന്ധമായിട്ട് അധ്വാനിക്കുക, നന്മകൾ പ്രവർത്തിക്കുക കേട്ടോ. നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരുപാട് മെച്ചപ്പെടുമെന്നാണ് കേട്ടോ. നമ്മളൊരു നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? മറ്റൊരു നന്മയായിട്ട് നമ്മെ തേടി എത്തുമെന്നാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും ചെറിയൊരു നന്മ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ റിസൾട്ട് നല്ലൊരു നന്മയായിട്ട് നിങ്ങളെ തേടിയെത്തുമെന്നാണ്. അതുപോലെ തന്നെയാണ് തിന്മകൾ ചെയ്യാൻ പാടില്ല കേട്ടോ. തിന്മകൾ ചെയ്താലും അതുപോലെ തന്നെയാണ് റിസൾട്ട് 10 മടങ്ങ് മോശം റിസൾട്ടായിട്ട് തേടിയെത്തുമെന്നാണ്. അതുകൊണ്ട് അത് പാടില്ല. നന്മകൾ ചെയ്യുക, നന്മകൾ പ്രവർത്തിക്കുക,
കേട്ടോ. സത്യസന്ധമായിട്ട് അധ്വാനിക്കുക. അധ്വാനം ജീവിതത്തിൽ വേണ്ടാന്നല്ല, അധ്വാനം കേട്ടോ. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്.